ഗൈസ് സാൻസർ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചീമച്ചക്ക കറിയാണ്. ചീമച്ചക്ക കറി മാത്രമല്ല, ചീമച്ചക്ക വെച്ചുകൊണ്ട് ഒരു തോരനും ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ടങ്ങ് പോകാം. നമ്മളിവിടെ ചീമച്ചക്ക എടുത്തിട്ടുണ്ട്. ചീമച്ചക്ക രണ്ടായിട്ട് മുറിച്ചെടുക്കുകയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ചീമച്ചക്ക രണ്ടായിട്ട് മുറിച്ചെടുത്തു. ഇനി നമുക്ക് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുക്കാം. അങ്ങനെ നമ്മളതിൻ്റെ കറയൊക്കെ കളയുകയാണ്. ചകിരി വെച്ച് കറയൊക്കെ കളഞ്ഞെടുത്തു. ഇനി ചീമച്ചക്കയുടെ തൊലിയൊക്കെ കളഞ്ഞെടുക്കാം. ചീമച്ചക്കയുടെ തൊലിയൊക്കെ കളഞ്ഞ് നമ്മളതിൻ്റെ കൂഞ്ഞ് കളഞ്ഞിട്ട് നമ്മൾ വെള്ളത്തിലിട്ട് കഴുകുകയാണ്. വെള്ളത്തിലിട്ട് കഴുകുമെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് കറയുണ്ട്. കറ പോകാൻ വേണ്ടിയാണ് നമ്മൾ വെള്ളത്തിലിട്ട് കഴുകുന്നത്. വെള്ളത്തിലൊക്കെ ഇട്ട് കഴുകിയിട്ട് നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കാം. ആദ്യം നമ്മൾ ഉണ്ടാക്കാൻ ചീമച്ചക്ക വെച്ചിട്ടുള്ളൊരു കറിയാണ്. ചീമച്ചക്കയുടെ കറി ഉണ്ടാക്കുകയാണ്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ തോരൻ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ചീമച്ചക്ക ചെറുതായിട്ട് അരിഞ്ഞ് നമ്മൾ വെള്ളത്തിലിടുകയാണ്. ചീമച്ചക്ക നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുകയാണ്. അങ്ങനെ നമ്മൾ ചീമച്ചക്കയൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കഴുകിയ അരി നമുക്ക് ചട്ടിയിലോട്ടിട്ട് കൊടുക്കാം. ചട്ടിയിലോട്ടിട്ട് കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ചട്ടിയിലിട്ട് കൊടുത്ത ശേഷം നമുക്ക് പാചകത്തിലോട്ട് കിടക്കാവുന്നതാണ്. ഈ വെള്ളത്തിൽ കാണുന്നത് ചീമച്ചക്കയുടെ കറയാണ്. ഈ തെളിഞ്ഞ് കാണുന്നത് ചീമച്ചക്കയുടെ കറയാണ്. ചീമച്ചക്കയുടെ കറ കളഞ്ഞിട്ട് വേണം കറി വെക്കാൻ എടുക്കുക. ഇനി നമുക്ക് പാചകത്തിലോട്ട് കിടക്കാം. അതിനായിട്ട് നമ്മൾ സവാള ചേർത്ത് കൊടുക്കുകയാണ്. സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ചേർത്ത് കൊടുക്കുകയാണ്. പച്ചമുളക് കണ്ടിച്ചിട്ട് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മൾ പച്ചമുളകും ചേർത്ത് കൊടുത്തു. ഇത് ഞങ്ങളുടെ വീട്ടിലെ കോഴികളാണ്. കോഴികൾ പിന്നെ ഞങ്ങളുടെ വീട്ടിലെ ചെടിയൊക്കെയാണ്. വെന്തിത്തൈയൊക്കെ നട്ടിട്ടുണ്ട്. വെന്തിത്തൈയും കാര്യങ്ങളൊക്കെയാണ്. ഒരുപാട് പൂക്കളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇനി നമുക്ക് പാചകത്തിലോട്ട് കിടക്കാം. ഇതെല്ലാം നമ്മൾ സെറ്റായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി ചതച്ചെടുത്തത് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ കറിവേപ്പില. നമുക്കിനി ആവശ്യത്തിനുണ്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുകയാണ്. ആവശ്യത്തിനുണ്ട്. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ ചേർത്തു. ഇനി ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലപോലെ വേവിച്ചെടുക്കാം. നമ്മൾ ചീഞ്ചട്ടി വെച്ചിട്ടുണ്ട്. ചീഞ്ചട്ടിയിലൂടെ നമുക്ക് കോക്കനട്ട് ഓയിൽ ചേർത്ത് കൊടുക്കാം. കോക്കനട്ട് ഓയിലൊക്കെ നല്ലപോലെ മൂത്ത് വരുന്നുണ്ട്. അതിലോട്ട് നമ്മൾ കടുകൊക്കെ ഇട്ട് കൊടുക്കാം. കടുകൊക്കെ ഇട്ട് കൊടുത്ത് നല്ലപോലെ പൊട്ടി വന്നിട്ടുണ്ട്. ഇവിടെ റെഡിയാക്കുന്നത് ഈ കറിക്കുള്ള മസാലയാണ്. അതിനായിട്ട് നമ്മൾ തേങ്ങ ചിരകി ചേർത്ത് കൊടുത്തു. തേങ്ങയൊക്കെ ഒരു ബ്രൗൺ കളർ ആയി വരട്ടെ. ബ്രൗൺ കളറായിട്ട് വേണം നമുക്ക് അടുത്ത കൂട്ട് ചേർത്ത് കൊടുക്കാൻ. തേങ്ങയൊക്കെ നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് മസാലക്കൂട്ടം ചേർത്ത് കൊടുക്കാം. നമ്മൾ കറുവപ്പട്ട ഗ്രാമ്പൂവും ചേർത്ത് കൊടുക്കുകയാണ്. ഒരു കറുവപ്പട്ടയും ഒരു ഗ്രാമ്പൂവാണ് ചേർത്ത് കൊടുക്കുന്നത്. ചെറിയ കഷ്ണം കറുവപ്പട്ടയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നമ്മൾ പെരിഞ്ചീരകം ചേർത്ത് കൊടുത്തു. ഏലക്ക ചേർത്ത് കൊടുക്കുകയാണ്. ഏലക്കയും ചേർത്ത് കൊടുത്തു. ഇത് നല്ലപോലെ ഇളക്കി കൊടുക്കുകയാണ്. ഇനി നമ്മൾ കാശ്മീരി മുളക് പൊടിയും പിരിയൻ മുളക് പൊടിയും എല്ലാം ഒരുമിച്ചാണ് ചേർത്ത് കൊടുക്കുന്നത്. എല്ലാം മിസ്സിങ്ങാണ്. മുളക് പൊടി മിസ്സിങ്ങാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. കാശ്മീരി ചില്ലിയും പിരിയൻ ചില്ലിയുമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എല്ലാം ചേർത്ത് ഇനി നമ്മൾ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. മല്ലിപ്പൊടിയൊക്കെ ചേർത്ത് കൊടുത്തു. മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. നല്ലപോലെ ഇളക്കിയാണ്. നമ്മുടെ മസാലയെല്ലാം ഇവിടെ വറുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി കഷ്ണങ്ങളൊക്കെ നല്ലപോലെ വേവിച്ചെടുക്കാം. കഷ്ണങ്ങളൊക്കെ മൂടി വെച്ച് വേവിച്ചെടുക്കുകയാണ്. മസാലയൊക്കെ നമ്മൾ വെള്ളം ചേർത്ത് നല്ലപോലെ അരച്ചെടുക്കാം. അങ്ങനെ മസാലയൊക്കെ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. അരച്ച ശേഷം നമുക്ക്
കഷ്ണങ്ങളൊക്കെ വെന്ത ശേഷം നമുക്ക് അതിലോട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മുടെ ചീമച്ചക്കയുടെ കഷ്ണങ്ങളൊക്കെ നല്ലപോലെ വെന്ത് വരണം. ഇനി നമുക്ക് കടുക് വറുക്കാനുള്ള സാധനങ്ങൾ എടുക്കാം. കരിയാപ്പല, തേങ്ങാക്കൊത്ത്, ചുവന്നുള്ളി, പിന്നെ നമ്മൾ ഇത്രയും സാധനങ്ങളാണ് ചേർക്കുന്നത്. ഇത്രയും സാധനങ്ങൾ ചേർത്താണ് നമ്മൾ കടുക് വറുക്കുന്നത്. നമ്മൾ തേങ്ങാക്കൊത്തൊക്കെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുകയാണ്. അതുപോലെ തന്നെ പച്ചമുളകും ഒക്കെ അരിഞ്ഞെടുക്കുകയാണ്. അങ്ങനെ നമ്മൾ ചുവന്നുള്ളി അരിഞ്ഞെടുക്കുകയാണ്. ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുക്കുകയാണ്. ചുവന്നുള്ളിയൊക്കെ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുകയാണ്. ഇത്രയും നമ്മൾ അരിഞ്ഞെടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് കടുകൊക്കെ വറുത്തെടുക്കാം. അങ്ങനെ നമ്മുടെ കഷ്ണങ്ങളൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. വെന്ത് വന്നിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് അരപ്പ് വെച്ച് കൊടുക്കാം. നമ്മൾ അരച്ച് വെച്ച മിക്സ് വെച്ച് കൊടുക്കുകയാണ്. മസാല അരച്ച് വെച്ചത് അത് നമ്മൾ അതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഒരു 5 മിനിറ്റ് നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇനി അരപ്പ് കഴുകിയ വെള്ളവും നമ്മൾ ഒഴിച്ചെടുത്ത് കൊടുക്കുന്നുണ്ട്. അരപ്പ് കഴുകിയ വെള്ളവും ചേർത്ത് കൊടുത്തു. അങ്ങനെ നമുക്ക് മൂടി വെച്ച് നല്ലപോലെ ഒരു 5 മിനിറ്റോ അതോ 3 മിനിറ്റോ അതിൻ്റെ ഉള്ളിൽ വേവിച്ചെടുക്കുക. 3 മിനിറ്റ് മതി. 3 മിനിറ്റ് കൊണ്ട് നമുക്ക് വേവിച്ചെടുക്കാവുന്നതാണ്. നമ്മൾ 3 മിനിറ്റ് കൊണ്ട് ഇത് വേവിച്ചെടുക്കുകയാണ്. അങ്ങനെ മൂടി വെച്ച് വേവിക്കുകയാണ്. അങ്ങനെ നമ്മുടെ വേവൊക്കെ ഇവിടെ റെഡിയായി വരുന്നുണ്ട്. ഇനി നമുക്ക് നല്ലപോലെ ആവിയൊക്കെ വന്നിട്ടുണ്ട്. ഏകദേശം നമ്മുടെ ചീമച്ചക്കക്കറി ഇവിടെ റെഡിയായി വരുന്നുണ്ട്. ഇനി നമുക്ക് കടുകൊക്കെ വറുക്കുന്ന സ്റ്റെപ്പിലോട്ട് കിടക്കാം. അതിനായിട്ട് നമ്മൾ ചീഞ്ചട്ടി എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് കോക്കനട്ട് ഓയിൽ ചേർത്ത് കൊടുക്കാം. കോക്കനട്ട് ഓയിലൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കോക്കനട്ട് ഓയിലോട്ട് നമ്മൾ കടുക് ചേർത്ത് കൊടുത്തായിരുന്നു. ഇനി നമുക്ക് ഇത് ചേർത്ത് കൊടുക്കാം. തേങ്ങാക്കൊത്തും അരിഞ്ഞ് വെച്ച മിക്സൊക്കെ ചേർത്ത് കൊടുക്കാം. കരിയാപ്പിലയും ചുവന്നുള്ളി എന്നിവ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ മൂപ്പിച്ചെടുക്കുക. ഇതോടെ നല്ലപോലെ ഇളക്കി കൊടുത്ത് മൂപ്പിച്ചെടുക്കണം. നമ്മുടെ കറി തുറന്ന് നോക്കാം. കറി ഏകദേശം ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ തേങ്ങാക്കൊത്തൊക്കെ നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കറിയിലോട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. കറിയിലെ ചാറൊക്കെ നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് വരേണ്ടത്. നമ്മുടെ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് ചീമച്ചക്ക വെച്ചുകൊണ്ടൊരു തോരൻ ഉണ്ടാക്കി നോക്കാം. നമ്മുടെ കറി ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്ത് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ചീമച്ചക്ക തോരനാണ്. അതിനായിട്ട് നമ്മൾ ചീമച്ചക്ക എടുത്തിട്ടുണ്ട്. ചീമച്ചക്ക നമുക്ക് നല്ലപോലെ കൊത്തി അരിയാം. അഥവാ നിങ്ങൾക്ക് മിഷനുണ്ട്, മിഷൻ യൂസ് ചെയ്തും അരിഞ്ഞെടുക്കാം. ബാക്കിയുള്ള ആദ്യത്തെ ഒരു ചീമച്ചക്ക മാത്രമേ ഉള്ളൂ നിങ്ങളെ അരിഞ്ഞ് കാണിക്കുന്നത്. ബാക്കിയുള്ളത് നമ്മൾ മിഷനിൽ വെച്ച് കറക്കിയെടുക്കുകയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള രീതിയിൽ അരിഞ്ഞെടുക്കാവുന്നതാണ്. ഇപ്പം ഞങ്ങൾക്ക് ഞങ്ങളുടെ രീതിയിൽ തന്നെ അരിഞ്ഞെടുക്കുകയാണ്. നമ്മളിവിടെ കുത്തി അരിഞ്ഞെടുക്കുകയാണ്. അങ്ങനെ ഞങ്ങളുടെ ചീമച്ചക്ക കൊത്തി അരിഞ്ഞിട്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയിൽ തന്നെ അരിഞ്ഞെടുക്കാവുന്നതേ ഉള്ളൂ. നമ്മുടെ രീതിയിൽ അങ്ങ് അരിയാണ്. അങ്ങനെ നമ്മൾ ചീമച്ചക്ക ബാക്കിയുള്ളത് നമ്മൾ മെഷീനിലാണ് അരിഞ്ഞെടുത്തത്. മെഷീൻ എന്ന് പറഞ്ഞാൽ ഈ വെജിറ്റബിൾ കട്ടറിലാണ് നമ്മൾ അരിഞ്ഞെടുത്തത്. ഒരു മെഷീൻ യൂസ് ചെയ്താണ് അരിഞ്ഞെടുത്തത്. അതുപോലെ തന്നെ ഇനി നമുക്ക് പാചകത്തിലോട്ട് ഇട്ടക്കാം. നമ്മളൊരു ചീഞ്ചട്ടി വെച്ചിട്ടുണ്ട്. ചീഞ്ചട്ടിയല്ല നമ്മൾ വെച്ചിരിക്കുന്നത് മൺചട്ടിയാണ്. മൺചട്ടി വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയൊക്കെ നല്ലപോലെ മൂത്ത് വരട്ടെ. വെളിച്ചെണ്ണയോട്ട് നമ്മൾ കടുകൊക്കെ ഇട്ട് കൊടുത്ത് നല്ലപോലെ മൂപ്പിച്ച് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ഉഴുന്ന് ചേർത്ത് കൊടുക്കാം. ഉഴുന്നൊക്കെ നല്ലപോലെ മൂത്ത് വരട്ടെ. അതിലോട്ട് നമുക്ക് അരി ചേർത്ത് കൊടുക്കുക. അരി എന്ന് പറഞ്ഞാൽ കുത്തിരി അരിയാണ് നമ്മൾ ചേർക്കുന്നത്. കുത്തിരി അരി നമ്മൾ കഴുകിയിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. അങ്ങനെ നല്ലപോലെ കുത്തിരി അരിയും ഉഴുന്നുമൊക്കെ നല്ലപോലെ മൂത്ത് വരട്ട്. മൂത്ത വന്ന ശേഷം നമുക്ക് അരിഞ്ഞു വെച്ച ചീമച്ചക്കയുടെ മിക്സ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നതാണ്. അങ്ങനെ നമ്മൾ അതിൻ്റെ കൂടെ ഇതിട്ടിട്ടുണ്ടായിരുന്നു, ചുവന്നുള്ളി ഇട്ടായിരുന്നു. നമ്മൾ ചുവന്നുള്ളി ഇട്ടിട്ട് വേണം ചീമച്ചക്കയുടെ അരിഞ്ഞ മിക്സ് ചേർത്ത് കൊടുക്കാവുന്നത്. അങ്ങനെ നമ്മൾ കരിയാപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. കരിയാപ്പില ഇട്ട് കൊടുത്തു. കരിയാപ്പില ഇതെല്ലാം ഇട്ട് കഴിഞ്ഞ ശേഷം വേണം
ഇനി നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പച്ചമുളകും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് വേണം നമ്മുടെ ചീമച്ചക്കയുടെ അരിഞ്ഞു വെച്ച മിക്സ് ചേർത്ത് കൊടുക്കാവുന്നത്. ഇതൊക്കെ നല്ലപോലെ മൂത്ത് വന്നിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. അങ്ങനെ നമ്മൾ ചീമച്ചക്കയുടെ അരിഞ്ഞു വെച്ച മിക്സ് നമ്മളിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. നല്ലപോലെ ഇളക്കി കൊടുക്കുകയാണ്. നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശമൊക്കെ റെഡിയായി വരുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ ഇളക്കി കൊടുക്കുകയാണ്. നമ്മുടെ തോരനൊക്കെ ഇവിടെ റെഡിയായി വരുന്നുണ്ട്. ഇനി നമുക്ക് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുകയാണ്. തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുത്ത് നമുക്ക് നല്ലപോലെ ഇളക്കി കൊടുക്കാം. നമ്മൾ തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇളക്കി കൊടുക്കുകയാണ്. നമ്മുടെ ചീമച്ചക്കത്തോരനൊന്ന് മൂടി വെച്ച് വേവിക്കാം. അങ്ങനെ നമ്മൾ മൂടി വെച്ച് വേവിക്കാൻ വേണ്ടി നമ്മൾ ചീമച്ചക്ക നടുക്കോട്ട് കൂട്ടി കൊടുത്ത ശേഷം വേണം നമ്മൾ മൂടി വെച്ച് വേവിക്കാൻ. അങ്ങനെ നമ്മൾ മൂടി വെച്ച് വേവിക്കുകയാണ്. മൂടി വെച്ച് ഒരു 3 മിനിറ്റ് വേവിക്കാം. 3 മിനിറ്റ് കൊണ്ട് നമ്മുടെ ചീമച്ചക്കത്തോരൻ ഇവിടെ റെഡിയാവുന്നതാണ്. നമ്മുടെ ചീമച്ചക്കത്തോരനൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലപോലെ ആവിയൊക്കെ വരുന്നുണ്ട്. നമ്മുടെ ചീമച്ചക്കത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോ നമ്മൾ